1964 സൗത്ത് ഈസ്റ്റ് ചൈനയിലെ ഹാങ്സു എന്നുള്ളത് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനാണ്. അതിൻ്റെ ചൈനീസ് പ്രൊനൗൺസിയേഷൻ ഞാൻ കേട്ടിരിക്കുന്നത് ഇറ്റ്സ് സംവാട്ട് ലൈക്ക് ഹാങ്ചോ. എക്സാക്ട് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. 1964 ഹാങ്ചു എന്ന സ്ഥലത്ത് ജനിച്ച ഒരാളുടെ കഥയാണിത്. അന്ന് ചൈന വാസ് എ ഡിഫറെൻറ്റ് കൺട്രി ബാക്ക് ഇൻ 1964. ഹാങ്ചു എന്നത് അധികമാരും അറിയപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. ഷാങ്ഹായിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ അകലെ. ഈ ആൾ, നമ്മൾ സാധാരണ പറയും ചില ആൾക്കാരെ നോക്കിയിട്ട് ഭൂലോക തോൽവി എന്ന് പറയും. അതുപോലൊരു തോൽവിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങനെയാണ്. 2 പ്രാവശ്യം പ്രൈമറി സ്കൂളിൽ തോറ്റു, 3 പ്രാവശ്യം മിഡിൽ സ്കൂളിൽ തോറ്റു. അതിനുശേഷം കോളേജിൽ പോകാൻ ശ്രമിച്ചു, 3 കോളേജുകൾ അപ്ലൈ ചെയ്തു, 3 കോളേജുകളും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. ആഗ്രഹം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം അപ്ലൈ ചെയ്തു. 1 അല്ല 2 അല്ല 3 അല്ല 10 തവണ. ആൻഡ് ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് ദാറ്റ് ഹി വാസ് റിജക്റ്റഡ് എവറി സിംഗിൾ ടൈം. 10 പ്രാവശ്യവും റിജക്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ജോലിക്ക് ശ്രമിച്ചു, 30 പ്രാവശ്യം ജോലിക്ക് ശ്രമിച്ചു, 30 പ്രാവശ്യവും പരാജയപ്പെട്ടു. അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർ 5 ഫ്രണ്ട്സ് ചേർന്ന് ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജോലിക്ക് പോയി. അതിൽ 4 പേര് സെലക്ട് ചെയ്യപ്പെട്ടു, ഇദ്ദേഹം മാത്രം തഴയപ്പെട്ടു. KFC കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ചൈനയിൽ വന്നപ്പം 24 പേര് ഒരു ബേസിക് ജോബ് അവിടെ അതിന് അപ്ലൈ ചെയ്തു, 23 പേര് സെലക്റ്റായി. എന്നാൽ ഇദ്ദേഹം മാത്രം അത് റിജക്റ്റായി. ഇങ്ങനൊരാളുടെ മാനസിക സ്ഥിതി എന്താവും? അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഭാവി എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്തായിരിക്കും? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ലെവൽ എന്തായിരിക്കും? ഗോൾസ് എങ്ങനെയായിരിക്കും? ആംബിഷൻസ് എങ്ങനെയായിരിക്കും? പൊതുവേ അത്ര നന്നാവാൻ വഴിയില്ല. പക്ഷേ നമ്മളുടെ ഈ ആൾ ഹി സക്സീഡഡ് എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനീസിലൊന്നായ ആലിബാബ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഓഫ് കോഴ്സ് ഐ എം ടോക്കിംഗ് അബൌട്ട് ജാക്ക് മാ. നമുക്കെല്ലാവർക്കും ജാക്ക് മാ ആവാൻ കഴിയില്ല, നമുക്ക് ആലിബാബ സെറ്റപ്പ് ചെയ്യാനും കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഇറ്റ്സ് ഫോർ ഷുവർ, റിജക്ഷൻ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉള്ളൊരു കാര്യമാണ്. അത് ഡെയിലി ബേസിസിൽ ഫേസ് ചെയ്യുന്നവരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്യുന്നവരുണ്ട്. റിജക്ഷൻസ് പല രീതിയിലുണ്ടല്ലേ. എന്താണ് റിജക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ? ചില ബിഗ് റിജക്ഷൻസ് ഉണ്ട്, ചില സ്മോൾ റിജക്ഷൻസ് ഉണ്ട്. സാധാരണ ആൾക്കാർക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നു, നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ പോയി പെർഫോം ചെയ്യുന്നു, അവിടെ തഴയപ്പെടുന്നു. ഒരു ടെസ്റ്റിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, നന്നായിട്ട് എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഫെയിലാവുന്നു. ഒരു പ്രൊമോഷന് കാത്തിരിക്കുന്നു, അത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സംരംഭം തുടങ്ങുന്നു, അത് ഫെയിലാവുന്നു. അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ അപ്ലൈ ചെയ്യുന്നു, അത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നോക്കുന്നു, അവിടെ റിജക്ഷൻ കിട്ടുന്നു. റൈറ്റ്? ഇത് മാത്രമല്ല, ചില ചെറിയ കാര്യങ്ങളും റിജക്ഷനുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള റിജക്ഷൻ ഞാൻ പറയാം. ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് ഞാൻ ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജിന് വേണ്ട രീതിയിലുള്ള മറുപടി കിട്ടുന്നില്ല. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടൊരു മെസ്സേജ് അയക്കുന്നു, നമുക്ക് മറുപടി കിട്ടിയാലോ ഒരു തംസപ്പ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഓക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ റിജക്ഷനാണ്. നമ്മൾ കഷ്ടപ്പെട്ടൊരു തമാശ പറയുന്നു, പക്ഷേ ആ തമാശയ്ക്ക് ആരും ചിരിക്കുന്നില്ല, അതും റിജക്ഷനാണ്. റൈറ്റ്? റിജക്ഷൻ എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. വൈ? നമ്മൾ ചില സക്സസ്ഫുൾ ആൾക്കാരെ, ചില ചാമ്പ്യൻസിനെ നോക്കിയിട്ട് പറയും, വാട്ട് മേക്ക് ദം സക്സസ്ഫുൾ, വാട്ട് മേക്സ് ദം ചാമ്പ്യൻസ് ദാറ്റ് ദേ ആർ. ഇത് കഴിവാണെന്ന് പറയും, അല്ലെങ്കിൽ ചിലരുടെ ഭാഗ്യമാണെന്ന് പറയും, അല്ലെങ്കിൽ സം പീപ്പിൾ സേ ദാറ്റ് സക്സസ് ഈസ് എ മൊണോപ്പൊളി, ചിലർക്കുള്ള ഒരു കുത്തകയാണെന്ന് പറയും. ആക്ച്വലി അല്ല. ഈയിടെ ഒരുപാട് വൈറലായ ഒരു വീഡിയോ ഉണ്ട് റോജർ ഫെഡററുടെ. ഡാർട്ട്മത്ത് ഗ്രാജുവേഷൻ സെറമണിയിൽ അദ്ദേഹം സംസാരിച്ചു. അതിൽ ഒരു കാര്യം പറഞ്ഞത്, ആസ് എ ടെന്നീസ് പ്ലെയർ ഹി പ്ലേഡ് 1526 സിംഗിൾസ് മാച്ചസ് ഇൻ ഹിസ് കരിയർ. 1526 സിംഗിൾസ് മാച്ചസ്. അതിൽ ഏകദേശം 80% അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എവർ, വൺ ഓഫ് എ ലെജൻഡ്സ്. ആൻഡ് പലരും അദ്ദേഹത്തെ ദ ബെസ്റ്റ് എവർ ടെന്നീസ് പ്ലെയർ എന്ന് പറയുന്നു. പക്ഷേ അത്രയും മാച്ചസ് ജയിച്ച ഒരാൾ എത്ര ശതമാനം പോയിൻറ്റ്സ് ജയിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കളിച്ച ടോട്ടൽ പോയിൻറ്റ്സിൽ അദ്ദേഹം ജയിച്ചത് 54%. സോ ഇൻ അതർ വേർഡ്സ് 46% അദ്ദേഹം തോറ്റു എന്നുള്ളതാണ്. ATP, അതായത് അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്, ടെന്നീസിൻ്റെ റാങ്കിങ് നോക്കിയാൽ ഒരു ടോപ്പ് 20 അല്ല ടോപ്പ് 25 പ്ലെയേഴ്സ്, അവരും ബാക്കി 100 അല്ലെങ്കിൽ 200 പ്ലെയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ടാലൻ്റ് ആണോ? ഫിസിക്കൽ സ്ട്രെങ്ത് ആണോ? എൻഡ്യൂറൻസ് ആണോ? സ്കിൽസ് ആണോ? ന്യൂട്രീഷൻ ആണോ? അല്ല. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ആ ലെവലിൽ. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പോയിൻ്റ് കളിച്ച്, ഒരു പോയിൻ്റിൽ നിങ്ങളെല്ലാം ആ പോയിന്റിലേക്ക് ഇടുന്നു. യു പുട്ട് യുവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ഇറ്റ്, യു പുട്ട് എവറിത്തിങ് ഇൻ ടു ഇറ്റ്. ആ പോയിൻ്റ് കളിച്ച് കഴിഞ്ഞാൽ, അത് ജയിച്ചാലും തോറ്റാലും
അതിനെ പിന്നിലാക്കി അടുത്ത പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. ദ എബിലിറ്റി ടു ഫോർഗെറ്റ് ദാറ്റ് പോയിന്റ്, പുട്ട് ദാറ്റ് ബിഹൈൻഡ് യു ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. അതുപോലെ തന്നെയല്ല ലൈഫിലും നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഡെയിലി നമ്മൾ പോയിൻറ്റ്സ് കളിക്കുകയാണ്. പക്ഷേ നമ്മളുടെ പലരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കഴിഞ്ഞ കാലത്തെ ഒരു റിജക്ഷനെ നമ്മൾ ഒരുപാട് മനസ്സിൽ വെച്ച് അത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ല ഞാൻ പറയുന്നത്? റിജക്ഷൻ എന്നുള്ളത് ബിഗ് ഓർ സ്മോൾ, ഇറ്റ് അഫക്ട്സ് ഇസ് ഓൾ. അതാണ് സത്യം. അപ്പോൾ നമുക്ക് എങ്ങനെ റിജക്ഷനെ നേരിടാൻ പറ്റും? റിജക്ഷൻ എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നിൽ നമുക്ക് നമ്മളുടെ ആംബീഷൻ്റെ ലെവല്, ഗോൾസിൻ്റെ ലെവല്, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലെവല് തീരെ താത്തു കൊണ്ടുവരാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ഗുണമുണ്ട്, റിജക്ഷൻ്റെ എണ്ണം കുറയും, റിജക്ഷനിൽ നിന്ന് കിട്ടുന്ന പെയിനും കുറയും. പക്ഷേ അതിന് വേറൊരു മറുവശമുണ്ട്. 100% ഉറപ്പായിട്ടും നമുക്കങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റുമോ അവിടെ എത്തിപ്പെടാൻ സാധ്യത വളരെ 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 കുറവാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണത്. അത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ നമുക്ക് റിജക്ഷൻ നേരിടാൻ പറ്റും? റിജക്ഷൻ എന്നുള്ളത് ദാറ്റ്സ് ഗോൺ ബി എ പാർട്ട് ഓഫ് ലൈഫ്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ റോജർ ഫെഡറർ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഓൺ ആൻ ആവറേജ് ഈവൻ ദ ടോപ്പ് മോസ്റ്റ് ടെന്നീസ് പ്ലെയർ ഈസ് ലൂസിങ് എവറി സെക്കൻഡ് പോയിൻറ്റ് ദാറ്റ് ഹി പ്ലേസ്. അപ്പോൾ തോൽക്കാതിരിക്കുക എന്നുള്ളതല്ല, തോൽവിയിൽ നിന്നും എങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ നമുക്ക് റിജക്ഷനെ ഫേസ് ചെയ്യാം? എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റിജക്ഷൻ എന്ന ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ്, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള തിങ്കിങ്. ഫീലിങ്ങിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബാഡ് ഫീലിംഗ് അല്ലേ? കരയണമെങ്കിൽ കരയുക, അക്സെപ്റ്റ് ചെയ്യുക, ഐ ബീൻ റിജക്റ്റഡ്. അത് അടച്ചിട്ട മുറിയിരുന്ന് കരയണമെങ്കിൽ കരയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ അത് ചെയ്യാം. പല ആൾക്കാരും മസിൽ പിടിച്ചോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കുന്നവരുണ്ട്. ബട്ട് വി കനോട്ട് ചീറ്റ് ഓഫ് കോൺഷ്യൻസ്. നമുക്ക് അവരുടെ മനസാക്ഷിയെ നമുക്ക് ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. നമ്മളാരും സൂപ്പർമാൻ സൂപ്പർ വിമൻ ഒന്നുമല്ല. കരയണമെങ്കിൽ കരഞ്ഞു തീർക്കുക. രണ്ടാമത്, നമുക്കൊരു നല്ലൊരു ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൂ എവർ ഇറ്റ് ഈസ്, നമുക്ക് നന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് പേരെങ്കിലും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മളുടെ ഫീലിങ്സിനെ നമ്മൾ വേർഡ്സായിട്ട് മാറ്റുവാണ്, വാക്കുകളായിട്ട് മാറ്റുവാണ്. വൺസ് യു കൺവേർട്ട് യുവർ ഫീലിങ്സ് ഇൻ ടു വേർഡ്സ് യു ഫീൽ ബെറ്റർ. രണ്ടാമത്, നമ്മൾ ആരോടാണത് പറയുന്നത്, കേൾക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ നമുക്ക് സജഷൻസ് തരാം, നമ്മൾ കാണാതെ പോയ ചില പെർസ്പെക്റ്റീവ്സ് അവർക്ക് തരാൻ പറ്റും. പിന്നെയുള്ളത് നമ്മളുടെ തിങ്കിങ് ആണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, നമ്മളുടെ ബാക്കിയുള്ള ആക്ഷൻസും ഹാബിറ്റ്സും പിന്നെ ലൈഫും അതിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഞാനിപ്പോൾ പേഴ്സണലി ചെയ്യുന്നൊരു കാര്യം പറയാം. അതായത് ഞാൻ എൻ്റെ സ്ട്രെങ്സിനെ പറ്റി ചിന്തിക്കുന്നു കുറേ സമയം. ഐ ഫോർഗെറ്റ് എവറിത്തിങ് എൽസ്. കാരണം ഒരു റിജക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറച്ച് താഴേക്ക് പോകും. ആ സമയത്ത് വെൻ യു തിങ്ക് അബൌട്ട് യുവർ സ്ട്രെങ്സ്, സംതിങ് ഗുഡ് അബൌട്ട് യു, യുവർ അച്ചീവ്മെൻറ്റ്സ്, യുവർ അക്കംപ്ലിഷ്മെൻറ്റ്സ്, അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. യു ഫീൽ ഗുഡ്. രണ്ടാമത്, ഐ ഗിവ് എ പാറ്റ് ഓൺ മൈ ബാക്ക് ഫോർ ട്രൈയിങ്. ഞാൻ സ്വയം ഒന്ന് അഭിനന്ദിക്കും. തോറ്റെങ്കിൽ എന്താ, ഞാൻ ട്രൈ ചെയ്തല്ലോ, അതൊരു വലിയൊരു കാര്യമാണ് അല്ലേ? മൂന്നാമത്തെ കാര്യം, വെരി 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 ഇമ്പോർട്ടൻറ്റ്, ട്രൈ ആൻഡ് യൂസ് ദി റിജക്ഷൻ ടു അവർ അഡ്വാൻറ്റേജ്. അതായത് റിജക്ഷനിൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. അതിലൊരു കാര്യം, വി ഹാവ് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് അവർ സെൽസ്. നമ്മൾ ശരിക്കും സത്യസന്ധമായ രീതിയിൽ നമ്മൾ റിജക്ഷൻ അനലൈസ് ചെയ്താൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, മേ ബി നമ്മളുടെ പ്രിപ്പറേഷൻ അത്ര നന്നായിരുന്നില്ല, അല്ലെങ്കിൽ മേ ബി നമ്മുടെ പെർഫോമൻസ് അത്ര നന്നായിരുന്നില്ല, നമ്മളുടെ നോളജ് ലെവൽ അത്രയും പോരാ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് അത്രയും പോരായിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ ലെസൺ. റിജക്ഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പാഠം കൂടിയാണ് റിജക്ഷൻ തരുന്നത് അല്ലേ? ഇത് ഈസിയാണ് പറയാൻ, പ്രാക്ടീസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ റിജക്ഷൻ എന്ന ഒരു ഇതിനെ, അല്ലെങ്കിൽ ഫെയിലിയർ അല്ലെങ്കിൽ തോൽവിയെ നേരിടാൻ കൂടുതൽ കരുത്തുണ്ടാകട്ടെ. ഈ വാക്കുകൾ അതിന് കുറച്ചെങ്കിലും പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.